ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ സുരക്ഷാകാര്യ മന്ത്രിസഭായോഗം ഇന്നു ചേരും. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള DGMO തല ചർച്ചയുടെ തുടർ നീക്കങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷ സംബന്ധിച്ചും യോഗം വിലയിരുത്തും. അതേസമയം വെടിനിർത്തലിൽ ട്രംപിന്റെ അവകാശവാദത്തെ തുടർന്നുണ്ടായ കടുത്ത വിമർശനങ്ങൾക്ക് പിന്നാലെ ട്രംപിനെ തള്ളി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നിരുന്നു. അതേസമയം മെയ് 9 നടന്ന വെടിവെപ്പിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു BSF ജവാന് കൂടി വീരമൃത്യു. വിവരങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്ന് അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നിപ്പോൾ സുരക്ഷാകാര്യ യോഗം ചേരുന്നുണ്ട്, മന്ത്രിസഭാ യോഗം ഇന്ന് ഉണ്ട്. അതുപോലെ തന്നെ ചികിത്സയിലായിരുന്ന BSF ജവാന് വീരമൃത്യു അടക്കം പുതിയ വിവരങ്ങൾ, പ്രധാനപ്പെട്ട വിവരങ്ങൾ, വിശദാംശങ്ങളിലേക്ക്. ശരത്ത്, തീർച്ചയായും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യത്തെ മന്ത്രിസഭാ യോഗമാണ് ഇന്ന് ചേരുന്നത്. ഈ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷം സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. പ്രധാനമായും അതിർത്തി മേഖലകളിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും അതോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനെതിരെയുള്ള എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇന്നത്തെ യോഗത്തിലുണ്ടാവുക. അതോടൊപ്പം നിരവധി മേഖലകളിൽ ഇപ്പോഴും ജാഗ്രതയുടെ ഭാഗമായി ഈ സൈറണുകളും അതോടൊപ്പം മറ്റു ബ്ലാക്ക് ഔട്ട് നിർദ്ദേശങ്ങളൊക്കെ തന്നെയും നിലനിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് ചർച്ചയാകുമെന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. പ്രധാനമായും പാകിസ്ഥാനെതിരെ നയതന്ത്രപരത്തിലുള്ള കാര്യങ്ങളിലും നേരത്തെ ഉണ്ടായിരുന്ന സിന്ധു നദി ജല കരാർ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യ കടുത്ത നിലപാടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് കൂടുതൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായേക്കും. അതോടൊപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരു രാജ്യങ്ങളുടെയും DGMOമാരുമായുള്ള ചർച്ചകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ചർച്ചകൾ, അതോടൊപ്പം എന്തൊക്കെ ഉപാധികൾ കൊണ്ടുവരണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര വൃത്തങ്ങളൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നത്. എന്തായാലും സമയത്തിനകം തന്നെ ഈ യോഗം ആരംഭിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതോടൊപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അടക്കമുള്ള ആളുകൾ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നയതന്ത്ര കാര്യങ്ങളിൽ എന്തൊക്കെ നടപടികൾ കൂടുതൽ കടുപ്പിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ റഷീദിലേക്ക് വരാം.